ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 58-ന് 4 എന്ന നിലയിൽ തകർച്ചയെ നേരിടുകയാണ്. 6 വിക്കറ്റുകൾ കയ്യിലിരിക്കെ ഇനി 135 റൺസ് കൂടിയാണ് ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത്. നേരത്തെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ മികച്ച ബൗളിംഗ് പ്രകടനത്തിനു മുമ്പിൽ 192 റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയിരുന്നു. എന്നാൽ ബൗളർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ ഇന്ത്യയുടെ പ്രധാന 3 മുൻനിര ബാറ്റർമാർ മടങ്ങിയതോടെ അവസാന ദിവസം ഇന്ത്യൻ ബാറ്റർമാരെ കാത്തിരിക്കുന്നത് കനത്ത വെല്ലുവിളിയാണ്. വിക്കറ്റ് നഷ്ടമാകാതെ 2 റൺസ് എന്ന നിലയിൽ 4ാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് 5ാം ഓവറിൽ തന്നെ ഡക്കറ്റിൻ്റെ വിക്കറ്റ് നഷ്ടമായി. 12 റൺസ് എടുത്ത ഡക്കറ്റിനെ സിറാജായിരുന്നു വീഴ്ത്തിയത്. തൊട്ടു പിന്നാലെ 4 റൺസ് എടുത്ത പോപ്പിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി സിറാജ് തന്നെ തിരിച്ചയച്ചു. തുടർന്ന് പൊരുതി നിന്ന ക്രോളിയെ നിതീഷ് റെഡ്ഡി ജയ്സ്വാളിൻ്റെ കയ്യിലെത്തിച്ചു 3ാം ഇംഗ്ലീഷ് വിക്കറ്റും വീഴ്ത്തി. ഹാരി ബ്രൂക്കിനെ ബൗൾഡ് ചെയ്ത ആകാശ്ദീപ് ഇംഗ്ലണ്ടിൻ്റെ 4ാം വിക്കറ്റ് പിഴുതെറിഞ്ഞതോടെ മത്സരത്തിൽ ഇന്ത്യ വ്യക്തമായ മുൻതൂക്കം നേടിയെടുത്തു. 98-ന് 4 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് ലഞ്ചിന് പിരിഞ്ഞത്. റൂട്ട് സ്റ്റോക്സ് സഖ്യം ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തി സ്കോർ 150 കടത്തി മുന്നേറിയെങ്കിലും വാഷിംഗ്ടൺ സുന്ദർ റൂട്ടിനെ ബൗൾഡ് ചെയ്ത് മത്സരത്തിലേക്ക് ഇന്ത്യയെ തിരികെ കൊണ്ടുവന്നു. 96 പന്തിൽ 1 ബൗണ്ടറി മാത്രം നേടി 40 റൺസായിരുന്നു റൂട്ട് നേടിയത്. ജെയ്മി സ്മിത്തിനെയും സുന്ദർ തന്നെ ബൗൾഡ് ചെയ്ത് 6ാം ഇംഗ്ലീഷ് വിക്കറ്റും വീഴ്ത്തി. പിന്നീട് ബുംറ കൂടി വിക്കറ്റ് വേട്ടയിൽ പങ്കുചേർന്നതോടെ 192 റൺസിൽ ഇംഗ്ലണ്ട് ഓൾ ഔട്ടായി. 12.1 ഓവറിൽ 22 റൺസിന് 4 വിക്കറ്റ് നേടിയ വാഷിംഗ്ടൺ സുന്ദറാണ് ഇന്ത്യൻ ബൗളർമാരിൽ മികച്ചു നിന്നത്. ബുംറയും സിറാജും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 193 റൺസ് വിജയലക്ഷ്യമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് 2ാം ഓവറിൽ തന്നെ ജയ്സ്വാളിനെ 0-ന് നഷ്ടമായി. തുടർന്ന് രാഹുൽ കരുൺ കൂട്ടുകെട്ട് 11 ഓവറോളം പിടിച്ചു നിന്നെങ്കിലും 14 റൺസ് എടുത്ത കരുണിനെ കാർസ് വിക്കറ്റിന് മുമ്പിൽ കുടുക്കി ഇന്ത്യയുടെ 2ാം വിക്കറ്റ് നേടി. ക്യാപ്റ്റൻ ഗില്ലിന് 9 പന്തിൻ്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. കാർസിൻ്റെ പന്തിൽ LBW മടങ്ങുമ്പോൾ നേടിയത് 6 റൺസ് മാത്രം. നൈറ്റ് വാച്ച്മാനായി എത്തിയ ആകാശ്ദീപ് 11 പന്തുകൾ നേരിട്ട് സ്റ്റോക്സിൻ്റെ പന്തിൽ ബൗൾഡായി മടങ്ങുമ്പോൾ ഇന്ത്യയുടെ 4ാം വിക്കറ്റും വീണിരുന്നു. ബൗളിംഗ് ഫ്രണ്ട്ലിയായ ഈ വിക്കറ്റിൽ അവസാന ദിവസം 135 റൺസ് ഇന്ത്യക്ക് നേടാൻ കഴിയുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.